ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ടാരോ വാരിയർ ആണ് ഈ ചാനലിന്റെ പേര്. എൻ്റെ പേര് അപർണയാണ്. ഇന്ന് ഞാൻ ജെമിനായിക്ക് വേണ്ടിയിട്ടാണ് കറണ്ട് ഫീലിങ്സിന്റെ റീഡിങ് ചെയ്യാൻ വന്നിരിക്കണേ. നിങ്ങളുടെ പാസ്റ്റ് റീഡിങ്ങിന് കുറെ വ്യൂസ് കിട്ടി, ലൈക്സ് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ ഞാൻ വേഗം അപ്ലോഡ് ചെയ്തതാണ് ഇപ്രാവശ്യം. അപ്പോൾ ജെമിനായി, താങ്ക് യു സോ മച്ച്. വ്യൂസിന് വേണ്ടിയിട്ട്, ലൈക്സിന് വേണ്ടിയിട്ട്, കമൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈമും നിങ്ങളുടെ വീഡിയോസ് ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ജെമിനായി, ഇത് ഒരു കറണ്ട് ഫീലിങ്സിന്റെ റീഡിംഗ് ആണ് ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനായി, നമ്മൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നമ്മൾ നോക്കാം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. ഈ വീഡിയോയുടെ എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എടുക്കാൻ പോണത് ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് ഉണ്ടാവാൻ പോണേ അതും നമ്മൾ എൻഡിലാണ് നോക്കുക. അപ്പോൾ എൻഡ് വരെ നോക്കുക. ആൻഡ് ജെമിനായി, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഓവറോൾ എനർജി ടെമ്പറൻസ്, സാജിറ്റേറിയസ് എനർജി, ആൻഡ് ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജിയാണ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പം നിങ്ങളൊരു സാജിറ്റേറിയസിനെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. സാജിറ്റേറിയസ് അല്ല വെച്ചാൽ മേ ബി വേറെ ഏതെങ്കിലും സൈൻ ആവാം, സാജിറ്റേറിയസ് തന്നെ ആവണം എന്നില്ല. പക്ഷെ ഇത് ഒരു ബാലൻസിൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എനർജിയിൽ ബാലൻസ് ആണ് കൊണ്ടുവരാൻ നോക്കണത്, റിലേഷൻഷിപ്പിൽ ബാലൻസ് ആണ് കൊണ്ടുവരാൻ നോക്കണത്. ഇതിൻ്റെ മുമ്പേ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. മേ ബി നിങ്ങൾ കുറെ എഫേർട്ട് ഇടുണ്ടായിരുന്നു, ഈ പേഴ്സന്റെ സൈഡിന് അത്ര എഫേർട്ട് ഇടുണ്ടായില്ല, അവർ ഇടുണ്ടായില്ല. ഓറൽസ് ഓപ്പോസിറ്റ് ആയിരിക്കാം. മേ ബി അവർ കുറെ എഫേർട്ട് ഇട്ടു, നിങ്ങൾ അത്ര റെസിപ്രോക്കേറ്റ് ചെയ്തില്ല. അപ്പൊ എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തു എന്നുവെച്ചാൽ മേ ബി നിങ്ങൾ കുറെ എഫേർട്ട് ഇടുണ്ടായിരുന്നു വെച്ചാൽ ഒരു സ്റ്റെപ്പ് ബാക്ക് ആണ് നിങ്ങൾ എടുത്തണേ. ഈ പേഴ്സണും എഫേർട്ട് ഇടണ്ടോ ഇല്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ബാലൻസിലേക്കാണ് നോക്കണത്. നിങ്ങൾ ഇവിടെ ഹീലിംഗ് എനർജി, ആ എനർജിയിലാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു വെച്ചാൽ മേ ബി ഈ സമയം നിങ്ങൾ നിങ്ങളുടെ എനർജീനെ ഹീൽ ചെയ്യാനാണ് നോക്കണത്, ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാനാണ് നോക്കണത്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ പേഴ്സന്റെ എനർജി. ഈ പേഴ്സന്റെ എനർജി കുറെ വർക്ക് ഫോക്കസ്ഡ് ആണ്. മേ ബി ഈ പേഴ്സൺ കുറെ കരിയറിൽ ഈ സമയത്ത് കുറെ ബിസി ആയിരിക്കാം. ആൻഡ് അതുകൊണ്ടും ആയിരിക്കാം നിങ്ങളുടെ ഇടയ്ക്ക് അത്ര ഒരു കണക്ഷൻ ഇല്ലാത്തത്. ഇവിടെ ജസ്റ്റിസ് ഉണ്ട് നിങ്ങളുടെ എനർജി, ലീബ്ര എനർജിയാണ് ഇത്. അഗൈൻ ഇതൊരു ബാലൻസിന്റെ എനർജിയാണ്. ഇത് ചില കേസസിൽ മാരേജ് ഇല്ലാച്ച ഡിവോഴ്സിന്റെ എനർജിയും ആവാം. അപ്പോൾ ഇതൊരു റീകൺസിലിയേഷന്റെ എനർജിയും ആവാം. അപ്പോൾ എന്തായാലും ഇത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയും എന്താണെന്ന്. പക്ഷെ ഈ പേഴ്സന്റെ എനർജി 7 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ് ചെയ്യാനാണ് നോക്കുന്നത് കാര്യങ്ങൾ. ഈ പേഴ്സൺ ഇപ്പോഴും കുറച്ച് ബ്ലോക്കേജ് ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ എനർജിയിൽ. അവർക്ക് മുമ്പോട്ട് വരണം എന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്തോ അവരെ ബ്ലോക്ക് ചെയ്യണു. ചില കേസസിൽ നിങ്ങൾ ഡിവോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടെച്ചാൽ മേ ബി പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാനായിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷെ അവർ ബ്ലോക്ക്ഡ് ആണ് ഫീൽ ചെയ്യണേ. ഈ എനിവേ ഇവിടെ ഞാൻ കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്, കോൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. ഇവിടെ ട്രാവലും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സന്റെ എനർജി 7 ഓഫ് കപ്സ് ആണ്. കുറെ കൺഫ്യൂസ്ഡ് എനർജിയാണ് ഈ പേഴ്സന്റെ. അവർക്ക് വരണം എന്നുണ്ട്, പക്ഷെ കൺഫ്യൂസ്ഡ് ആണ്. കുറെ വേറെ കാര്യങ്ങൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. അപ്പൊ ഇവർക്ക് 2 sevens ഉണ്ട് ഇവിടെ, 7-7. ആ നമ്പർ മേ ബി എങ്ങനെയോ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾ നിങ്ങളുടെ ട്രൂ എനർജിയിലാണ്. മജിഷ്യൻ ജെമിനി എനർജിയാണ്. നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണേ. ഈ പേഴ്സൺ ആ പുതിയ ബിഗിനിങ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു അപ്പോളജി വരുന്നുണ്ട്, ഇല്ലാച്ച ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ ഓഫർ വരുന്നുണ്ട്. ആൻഡ് ഇത് കുറെ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഒരു നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഇത്. ഈ ടെമ്പറൻസ് ഇവിടെ എന്താണ്?
സിക്സ് ഓഫ് കപ്സ്. അപ്പോൾ അഗൈൻ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അതാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾ കുറേ ഒരു റെസ്ട്രിക്റ്റീവ് എനർജിയിലാണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിൽ ഉള്ള പേഴ്സണാണ്. നിങ്ങൾ അത്ര ഷുവർ അല്ല ഈ പേഴ്സൺ ആദ്യം വരുമ്പോൾ ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവോ ഇല്ലയെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു കെയർഫുൾ ആയിട്ട് അപ്രോച്ച് ചെയ്യണം ഈ റിലേഷൻഷിപ്പിൽ. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രേ ചെയ്യണ്ടായിരുന്നു. അക്വേറിയസ് എനർജി സ്റ്റാർ, അവർക്ക് ഒരു വിഷ് ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ ഒരു റീകൺസിലിയേഷൻ വേണം എന്ന്. ആ വിഷ് ഫുൾഫിൽ ചെയ്യേണ്ട യൂണിവേഴ്സ് ഇവിടെ അവർക്ക് വേണ്ടിയിട്ട്. ജസ്റ്റിസ്, ഇവിടെ ഇതൊരു പാഷനറ്റ് എനർജിയാണ്, ജെമിനായി എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരുന്നു വെച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. 7 ഓഫ് wands, ഇവിടെ 7 of swords. അപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിൽ ഇപ്പോൾ 3 sevens ആണ്. 7 7 7. ഈ പേഴ്സൺ, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ അവർ കുറേയൊക്കെ അവരുടെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവണേ. എന്നുവെച്ചാൽ അവർ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയോ റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കണത്, അവരുടെ ഫീലിങ്സിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ആവണേ. 8 of wands, ഇവിടെ നിങ്ങളുടെ എനർജി എന്താണ്? 8 of cups. അപ്പോൾ നിങ്ങളുടെയും ഇപ്പോൾ 8 8 വന്നിരിക്കുന്നു. ഇതൊരു റിപ്പീറ്റഡ് സൈക്കിൾ ആയിരിക്കാം. നിങ്ങൾ മുമ്പും പിരിഞ്ഞിട്ട് ആദ്യം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് എവിടെ ഒരു റിപ്പീറ്റ് ഓഫ് എ സൈക്കിളിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊരു റീകൺസിലിയേഷൻ ആണ്. നിങ്ങൾ വാക്ക് അവേ ചെയ്തു. ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജിയിൽ 2 of cups ആണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്, പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല. കുറെ കാര്യങ്ങൾ അവർ ഷുവർ അല്ല, ക്ലിയർ അല്ല. കുറെ ടെംപ്റ്റേഷൻസ് ഉണ്ട്, വേറെ കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അവരെ, വേറെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. പക്ഷെ എനിവേ ഇവിടെ 7 of മജിഷ്യൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു പാഷനറ്റ് റിലേഷൻഷിപ്പാണ്. ഈ പേഴ്സണെയാണ് മാനിഫെസ്റ്റ് ചെയ്യണേ. നിങ്ങൾ ഒരു റീകൺസിലിയേഷൻ ആണ് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കണത് നിങ്ങൾ. ആൻഡ് അത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സന്റെ എനർജി നൈറ്റ് ഓഫ് wands ആണ്. അത് സൂക്ഷിക്കണം. നൈറ്റ് ഓഫ് wands ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ ഫൈനലി നിങ്ങളുടെ അടുത്ത് വരേണ്ട ഒരു ഓഫർ കൊണ്ടുവരേണ്ട. ആൻഡ് ഇത് യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്യണ സമയത്താവുക. അപ്പോൾ ഡിവൈൻ ടൈമിങ് ഇവിടെ കുറെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരൊരു അപ്പോളജി കൊണ്ടുവരും, ഇല്ലാച്ചൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഓഫർ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? ക്ലാരിറ്റി, അബണ്ടൻസ്, സൺ, ലിയോ എനർജി. ഈ പേഴ്സൺ കുറെ ഒരു ക്ലിയർ എനർജിയിലാണ് വരണേ, കുറെ സ്ട്രേറ്റ് ഫോർവേഡ് എനർജിയിലാണ് വരണേ. സോൾമേറ്റ് കണക്ഷൻ ആണ് ഇത്. ഒരു ന്യൂ സ്റ്റേബിൾ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ഡയറക്ഷനിൽ. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എന്തായിരിക്കും? ഔട്ട്കം ഇവിടെ ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഒരു റെന്യൂവൽ, ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് കപ്സ്. ഇത് ബ്യൂട്ടിഫുൾ എനർജിയാണ് ജെമിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ആൻഡ് വെരി സൂൺ നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നുണ്ട്, ഒരു ഓഫർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജസ്? This could be the one. You've already met the romantic partner you seek. അപ്പോൾ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ ആവാൻ വഴിയുണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻഡിക്കേഷൻ ആണ്, ഇതൊരു സൈൻ ആണ്. ഫിനാൻസസ് ആൻഡ് കരിയർ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. ഈ സമയത്ത് മേ ബി ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ആയിരിക്കാം റീസൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പും വർക്ക് ചെയ്യാത്തത്. അതിൻ്റെ ഒരു റീസൺ ഫിനാൻസസ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം. പക്ഷെ എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിലാണ് മൂവ് ചെയ്യണത്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ജെമിനായി, വെരി പോസിറ്റീവ് റീഡിംഗ് ആണ്. ഇത് ക്ലെയിം ചെയ്യൂ. കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതൂ. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. വേഗം ബുക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അത്ര സ്ലോട്ട്സ് ഇപ്പോൾ അവൈലബിൾ അല്ല, ലിമിറ്റഡ് സെഷൻസേ ഉള്ളൂ. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും.
ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ.